ഹേയ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വിഷുവിൻ്റെ അന്ന് ഫ്ലവർ ഷോയ്ക്ക് പോയിണ്ടായിരുന്നേ, അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത്. എൻട്രൻസിൽ തന്നെ കണ്ണനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനേ. ഒരാളുടെ എൻട്രൻസ് ഫീ വരുന്നത് 70 രൂപയാണ് കേട്ടോ. ആദ്യം തന്നെ പൂക്കളാണേ, സൂര്യകാന്തിയാണ്. നല്ല രസമുണ്ട് സൂര്യകാന്തി കാണാനായിട്ട്. നല്ല തലയെടുപ്പോടാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട്. ഇഷ്ടംമാതിരി പൂക്കളും ഉണ്ട്. ബാക്കിയുള്ള ചെടികളും ഉണ്ട്, പൂക്കളും ഉണ്ടെങ്കിലും മുമ്പിൽ കേമൻ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യകാന്തി തന്നെയാണ്. മോളാണ് ഭയങ്കര അലമ്പാണ്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞേ. ആൾക്ക് പിന്നെ ഒരു ബലൂൺ മേടിച്ചു കൊടുത്തു. പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ആളുടെ വളയെ തന്നെ അത് കെട്ടിയിട്ട് കൊടുത്തു കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയായേ. അതും പിടിച്ചുകൊണ്ട് പിന്നെ ബാക്കി നടപ്പായിരുന്നു അതും കൊണ്ടേ. പിന്നെ അങ്ങോട്ട് സ്റ്റോൾ തുടങ്ങുവാണ് കേട്ടോ. ഇത് ബെഡ്, അതുപോലെ തന്നെ കോർണർ സെറ്റീസ്, അലമാരീസ്, ദിവാൻ കോട്ട്, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ അവർ EMI ഓഫറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് പച്ചക്കറി വിത്ത്, ജൈവവളം, അങ്ങനത്തെ സ്റ്റോളാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിത്തുകൾ, അതായത് ചെടികളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളുടെയും പൂക്കളുടെയും വിത്തുകളുണ്ട്. പിന്നെ പച്ചക്കറി തൈ ഉണ്ട് കേട്ടോ. അതായത് കാന്താരി മുളക്, വെള്ളക്കാന്താരി, ചുമലക്കാന്താരിയൊക്കെ. പിന്നീട് മിഠായിയാണ്. ഇത് പഴയ നമ്മുടെ പണ്ടത്തെ മിഠായി ഐറ്റംസ് ആണ് കേട്ടോ. കോയിൻ മിഠായി അങ്ങനെയൊക്കെ. ഇത് പിന്നെ സ്റ്റോള്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെ. എല്ലാത്തിനും നല്ല റേറ്റ് ആണ് കേട്ടോ. അതായത് ഒരു കുഞ്ഞ് കാർ എടുത്തപ്പോൾ തന്നെ 250 രൂപയാണ് റേറ്റ് പറയുന്നത്. നല്ല റേറ്റ് ഉണ്ട്. കുഞ്ഞിനെ പിന്നെ ഞങ്ങൾ മാറ്റിപ്പിടിച്ചു, അവൾ കാണാണ്ടിരിക്കാൻ വേണ്ടി. അവൾക്ക് പിന്നെ മേടിച്ച് കൊടുത്തു. പിന്നെ ഇത് എന്താണ്, കിച്ചൺ ഐറ്റംസ്, കത്തി, തവ, അങ്ങനത്തെ ഐറ്റംസ്. അച്ചാർ, എൻ്റെ പൊന്നെ, ആ സ്റ്റോളിൻ്റെ ആ ഭാഗത്തോട്ട് വരാൻ പറ്റില്ല, അതുപോലെ നല്ല മണമാണ് അച്ചാറിൻ്റെ. നല്ല ടേസ്റ്റ്, വായിലൂടെ കപ്പലൂറും. ഇതിന് കിലോയ്ക്ക് 150 രൂപയാണ് കേട്ടോ അവർ ഓഫർ ചെയ്യുന്നത്. നമുക്ക് സാമ്പിളൊക്കെ തന്നു, പക്ഷേങ്കിൽ റേറ്റ് കാരണം നമ്മൾ മേടിച്ചില്ല. ഇത് റൈഡാണ് കേട്ടോ. ഇതിന് ഒരാൾക്ക് 100 രൂപയാണേ. ഇത്തവണ ആകാശഊഞ്ഞാലൊന്നും ഇല്ലായിരുന്നു. ഇതായിരുന്നു പിന്നെ ഒരു ബോട്ടിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതും നല്ലതായിരുന്നു കേട്ടോ. അതൊരാൾക്ക് 70 റേറ്റ് പറയുന്നത്. പിന്നെ ഇത് അക്വാ ഷോയാണ് കേട്ടോ. അക്വായും പോട്ടെ, മെർമൈഡ് ഷോ നല്ല സൂപ്പറായിരുന്നു കേട്ടോ കാണാനായിട്ട്. 2 മെർമൈഡ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. ഇതിന് 70 രൂപയാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഗോസ്റ്റ് റൂമും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർ 70 രൂപ ഓഫർ ചെയ്തത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞാദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്, അതുകൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. മെർമൈഡിനെ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പം മെർമൈഡിനെ ആൾ വിളിക്കുന്നുണ്ട്, ബാബാ എന്ന് പറഞ്ഞേ. മെർമൈഡ് എന്നിട്ട് അമ്മ പറയുന്നു വിളിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ആൾ മെർമൈഡിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണേ. എന്നിട്ട് ബലൂണും പോകാതെ മുറുക്കെ ബലൂണേലും പിടിച്ചിട്ടുണ്ട്, ബലൂണ് പോകരുതല്ലോ. എന്നിട്ട് മെർമൈഡ് ഇങ്ങനെ കൈ കൊണ്ട് ആളുടെ അടുത്ത് വെക്കുവേ. അപ്പോഴത്തേനും ആളിങ്ങനെ കിസ് കൊടുക്കും കേട്ടോ. മെർമൈഡിൻ്റെ കയ്യിൽ ഉമ്മ കൊടുക്കുവേ, കണ്ടോ. അപ്പം മെർമൈഡും തിരിച്ച് ആൾക്ക് ഉമ്മ കൊടുക്കും. ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായി അത് കണ്ടിട്ട്. ടാറ്റയൊക്കെ കൊടുക്കുകയും എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അമ്മയോട് ചോദിക്കുകയാണ് ഇതെന്താണ്. ആൾക്ക് ഇങ്ങനെ അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ് ഇതെന്താണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ബബിൾസ് ഒക്കെ വരുമ്പോൾ ആളിങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് ഗ്ലാസിൻ്റെ പുറത്തൂടെ, ഇത് പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്ക്. അവൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക്. കഴിഞ്ഞ തവണ അക്വാ ഷോ ആയിരുന്നു, അതിനകത്ത് മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മെർമൈഡ് അങ്ങനെ ഇല്ലായിരുന്നു. എന്നാലും ആൾക്ക് കഴിഞ്ഞ തവണ അത്രയ്ക്കങ്ങ് മനസ്സിലാക്കാറായിട്ടില്ല, കുഞ്ഞല്ലായിരുന്നോ. ഇപ്പോഴും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയില്ലോ, അതുകൊണ്ടാണ്. നല്ല രസമുണ്ടാവും. ഇങ്ങനെ ഓരോ ഡൗട്ട് ചോദിക്കുക, വാവ് ഒക്കെ പറയുന്നുണ്ട്, വാവ്. പിന്നെ ഉമ്മ കൊടുക്കുന്നുണ്ട്, വായോ ഒക്കെ പറയുന്നുണ്ട് മെർമൈഡിനോടെ. നല്ല രസമായിരുന്നു. പിന്നെ എന്താണ്, ഗോസ്റ്റ് റൂമാണ് ഇത്. ഇതിലും നമുക്ക് പേടിക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആളെയും കൊണ്ടാണ് കയറിയത്. ആൾ കരഞ്ഞു കേട്ടോ. ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കരയുമൊക്കെ ചെയ്തപ്പം ഇങ്ങനെ ഗോസ്റ്റ് വരുന്നുണ്ട്. 2 ഗോസ്റ്റ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ആൾ ബാക്കിയുള്ളവർ കരയുന്ന കേട്ടപ്പോൾ ആളും ഒന്ന് കാറി. ഇതൊക്കെ ഡമ്മീസാണ് കേട്ടോ. നമ്മളവർക്ക് ഒറിജിനലാന്ന്, പക്ഷേ ഡമ്മീസാണ് കേട്ടോ. പേടിക്കാനായിട്ടുള്ള ഒന്നുമില്ല. ഇതാണ് ഇപ്പോൾ അവർ മാസ്ക് വെച്ച് വരുമെന്ന് പറഞ്ഞതേ. അതുകൊണ്ട് എന്താ പറയുന്നത്, ആൾക്കും വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്കാണ് പേടി ഇതൊക്കെ കാണുമ്പോഴേ. ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആൾ നോക്കിയൊക്കെ നിന്നു കേട്ടോ. ഇതൊക്കെ ഡമ്മീസാണേ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒത്തിരി അങ്ങ് പേടിക്കാനില്ലേലും ചെറിയ സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ വരുന്നവർ കാറുമ്പം നമ്മളും പേടിച്ചു പോകുമല്ലോ. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ പേടിച്ച് മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും വരുമോ, നമ്മളെ പേടിപ്പിക്കുമോ എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ. അങ്ങനെ ഞാൻ പേടിച്ചു. എന്താ പറയുക, നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പെട്ടെന്ന് ചാടി വരുമ്പം നമ്മൾ പേടിക്കും. ഇതൊക്കെ ഡമ്മീസാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. 70 രൂപ നഷ്ടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. മെർമൈഡ് ഷോയും ഗോസ്റ്റ് റൂമും കൂടെ. അങ്ങനെ
പിന്നെ ഞങ്ങൾ എന്താണ് ട്രെയിനിൽ കയറാൻ പോവാണ് കേട്ടോ. ട്രെയിനിൽ ആൾ കയറി, ആൾക്ക് അതിന് മാത്രമേ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളേ. ട്രെയിനിൽ കയറി ആൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫ്ലവർ ഷോയ്ക്ക് പോയിട്ടുള്ളൊരു അനുഭവം. താങ്ക് യു ഫോർ വാച്ചിങ്.